അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. എവിടെ പാച്ചു? എവിടെ? ജസ്റ്റ് അപ്പൊ മഴ ഉണ്ട്. മഴ പെയ്താൽ എന്തോ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഏത് തുണി? തുണി പുറത്തില്ലല്ലോ. എന്തെടുത്തൊക്കെയാ പറഞ്ഞ? അവനോടാ പറഞ്ഞ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിലാണ്, ഷൂട്ടില്ല. സോ നമ്മൾ ഉച്ചയായി എഴുന്നേറ്റപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവനെവിടെ? അപ്പോൾ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചെമ്മീൻ മാങ്ങ ഇട്ടിട്ട് ഒരു കറി, അത് നമ്മുടെ മറ്റേ അങ്കമാലി മാങ്ങാക്കറി വെക്കുമല്ലേ, അതിൽ കുറച്ച് ചെമ്മീനിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഒരു ചെറിയ ടെസ്റ്റ്. അതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഭാഷ എന്താ അടുത്തേക്കാൻ പറഞ്ഞത്? ചവിട്ടിയാ? ഓക്കെ. അപ്പം അതാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ബാ, കമോൺ. അപ്പോൾ നമ്മൾ തികച്ചും ഒരു അങ്കമാലി മാങ്ങാക്കറി സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ചെമ്മീൻ ഇടുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് എനിക്കൊരാഗ്രഹം. അപ്പോൾ ഒരു ഫ്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, കൺഫ്യൂഷൻ ആവാഞ്ഞാൽ മതി. പിന്നെ പാച്ചുവാണ് വീഡിയോ എടുക്കുന്നത്. ഇത് എന്തൊക്കെ വരുമെന്ന് തമ്പുരാനറിയാം. നല്ല പുളിയുള്ള മാങ്ങയാണേ, ഞാൻ കാണിച്ചത്. അതിൻ്റെ പുളി വെച്ചോ. ഭയങ്കര പുളിയാ. നമുക്ക് മറ്റേ ഷോക്ക് അടിക്കൂലേ, അമ്മാതിരി പുളിയുള്ള മാങ്ങ. അപ്പോൾ തേങ്ങാപ്പാൽ വേണം. 1-ാം പാലും 2-ാം പാലും ഒക്കെ വേണം. അത്യാവശ്യം നല്ലോണം തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങ ചിരകണം. ഇങ്ങോട്ട് വന്നിട്ട് പോ. ഞാൻ ഓഫ് ചെയ്തതാ ക്യാമറ. ഫൈക്കാ പെന്നാ ഇവിടുത്തെ ക്ലാസ് കല്യാണത്തിന് മഴ പെയ്യടി. മഴ അല്ലേന്നോ? ആ, മഴ പെയ്യും. കല്യാണം മുടങ്ങണോ? നമ്മുടെ കല്യാണം കഴിക്കാതിരുന്നപ്പോ മഴ പെയ്യണം. ബെസ്റ്റ് ടീം. പണ്ടൊക്കെ കല്യാണത്തിന് മഴ ചെയ്യുന്ന പറഞ്ഞാലേ പേടിയുണ്ടായിരുന്നു തേങ്ങ തട്ടാൻ. അപ്പൊ അത് ചീറ്റി. ഇപ്പോഴത്തെ പിള്ളേരോടുണ്ടല്ലോ ഒന്നും പറയണില്ല, അത് ഇങ്ങോട്ട് വന്നിട്ട് പോകും. അപ്പൊ നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടേ സവോള, ഒരു സവോള എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സവോള, പിന്നെ ഈ ചെറിയുള്ളി, ഇഞ്ചി, പിന്നെന്താണ് ഈ പച്ചമുളക് ഒക്കെ കൂടി ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞെരടി കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞെരടാം കേട്ടോ. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഞെരടി എടുക്കാം. ചില കറികളെ ഈ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിലാണ് എല്ലാം. ഈ കയ്യിൽ എന്തോ ഒരു അടയാളം ഉണ്ട്. ഇന്നലെ ദോശ ഉണ്ടാക്കിയതാട്ടാ. എന്താ ചെയ്യുക, മൊത്തം പരിക്കുകളാണ് ജീവിതത്തിൽ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സിങ്ങിലാണ് ഈ കറിയുടെ ടേസ്റ്റേ മാറുന്നത്. സോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മുളക് വേണ്ടവർക്ക് കുറച്ചുകൂടി ഇടാം കേട്ടോ. ഇനി ഒന്നുകൂടെ ഒരു ഫ്ലേവർ കൂടുതൽ വേണ്ടവർക്ക് ഇടാം. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളകൊക്കെ ഇടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതൊരു 1.5 ഉണ്ടാവും കേട്ടോ. നേരത്തെ ഇട്ടതാണെങ്കിൽ, ഇട്ട സ്പൂണിൻ്റെ അനുസരിച്ചാണെങ്കിൽ ഇതൊരു 1.5 ഉണ്ടാവും. പിന്നെ കാശ്മീരി ചില്ലി ഒരു
1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി ഇരിക്കും. വീണ്ടും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും. ഓക്കെ, ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യണം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലാണ് ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് മാങ്ങ ചേർക്കാം. മാങ്ങ ചേർത്തിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഉടയ്ക്കരുത് കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ വിരകി എടുക്കാനേ പാടുള്ളൂ. അപ്പം ഞെരടണ്ട, ഞെരടി കഴിഞ്ഞാൽ മാങ്ങ പൊട്ടും. 2ാം പാൽ ഒഴിച്ച് കൊടുക്കണേ. ഈ അടിയിൽ അതിൻ്റെ ഒരു കക്കുണ്ട്, മാറ്റി ഞാൻ. അപ്പോൾ നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചു. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നത് ഞാൻ എടുക്കാൻ ഇട്ടു എന്നാണ് വിചാരിക്കണേ. അപ്പോൾ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ നമുക്ക് നന്നായിട്ട് തിളച്ചില്ലേ. ഇപ്പോൾ ഈ തിളച്ച സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാമേ. ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി ചെമ്മീൻ തന്നെ എടുത്തിട്ട് കൊടുക്കാം, കൂടുതൽ ചെമ്മീനൊന്നുമില്ല. ചെമ്മീൻ ചേർത്ത് കൊടുക്കും. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റാട്ടോ. രണ്ടാം പാലൂടെ ഒഴിച്ചു. ഈ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട്. മൂടി വയ്ക്കാം, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ചോറ് ആർക്കാ പാച്ചുര ഒരു ഫിഷ് ഫ്രൈ. സമയം ഉച്ചയോ വൈകിട്ട് 6 മണി. തോരൻ കുറച്ചു, പിന്നെ നമ്മുടെ നല്ല അങ്കമാലി ഇത് നമ്മൾ എടുത്തിങ്ങോട്ട് കാണിച്ചേ. അല്ല വേണ്ട, മാങ്ങക്കറിയാണോ ചെമ്മീൻ കറിയാണോ എന്നറിയാത്ത നമ്മുടെ കറി. ടേസ്റ്റ് ഉണ്ടാവോ? കഴിച്ചു നോക്ക്. അപ്പം നമ്മളിതേ നല്ല മാങ്ങാക്കറിയും മാങ്ങയും ചെമ്മീനും കറിയും മീനും തോരനും കഴിച്ചു നോക്കാം. എവിടുന്ന് വെച്ചാറ്? അടിപൊളിയാണേ. ഇതേ ചെമ്മീൻ്റെ ചെറിയൊരു ചോയുണ്ട്, അങ്കമാലി മാങ്ങാക്കറി തന്നെ, അത് ചെറിയൊരു ചെമ്മീൻ ചോയ അതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ പരീക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കണേ. നല്ല ദിവസം.